കൂത്താട്ടുകുളം നഗരസഭയിൽ കാലാവധി പൂർത്തിയാക്കിയ ഭരണസമിതി മധുരം പങ്കുവച്ച് പടിയിറങ്ങി. UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടത്. കൗൺസിലർ സിബി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ CA തങ്കച്ചൻ നഗരസഭാ ചെയർപേഴ്സൺ കലാ രാജുവിനെയും വൈസ് ചെയർമാൻ PG സുനിൽകുമാറിനെയും ഷാൾ അണിയിച്ച് ആദരിച്ചു. നിയുക്ത കൗൺസിലർ റെജി ജോൺ, മറ്റ് കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ്, ബേബി കീരാന്തടം, PC ഭാസ്കരൻ, ജിജോ T ബേബി, ലിസി ജോസ്, TS സാറ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 2.5 മാസക്കാലം UDFന്റെ ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള കാരണം CPMന്റെ ചിഹ്നത്തിനനുസരിച്ച് അവർക്കുണ്ടായ പല കാരണങ്ങളാൽ UDFന്റെ കൂട്ടത്തിൽ കൂടിയ ശ്രീ കലയും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശ്രീ PG സുനിൽകുമാറിന്റെയും സപ്പോർട്ടോടു കൂടിയാണ് ഭരണം നടന്നത്. അവർക്ക് ഒരു അനുമോദനം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കൂത്താട്ടുകുളം നഗരസഭയില് UDFന് ഉജ്ജ്വല വിജയം നേടാൻ സാധിച്ചു. അതിൽ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2025 ജനുവരി 18-ാം തീയതി നമുക്കറിയാം, കൂത്താട്ടുകുളം നഗരസഭയിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ജനപ്രതിനിധിയോട് അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകയോട് കൂടെ നിന്ന സഖാക്കള് നിഷ്ഠൂരമായ രീതിയിൽ പെരുമാറിയത് മുൻ ചെയർപേഴ്സൺ അടക്കം ശ്രീമതി വിദ്യാശിവൻ, വൈസ് ചെയർമാൻ കന്നികുര്യാക്കോസ് അടക്കം പാർട്ടി മുഴുവൻ പ്രവർത്തകരും ഒരു വ്യക്തിയോട് ചെയ്ത ഒരു പ്രവൃത്തി എല്ലാം ഈ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഒരിക്കൽ പോലും, അതായത് ഒരു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ പ്രവൃത്തി ഇവിടെ നടന്നത്. അപ്പൊ എന്തായാലും നഗരസഭയിൽ UDF അധികാരത്തിൽ വന്നതിന് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആള് തന്നെയാണ് ഞാൻ. കൂത്താട്ടുകുളം നഗരസഭയിൽ താരതമ്യേന ആഹ്ലാദകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായി. ഞങ്ങളൊക്കെ നേരത്തെ കൂട്ടി പറഞ്ഞിരുന്ന പോലെ തന്നെ അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയെയും ആ രാഷ്ട്രീയ നേതൃത്വത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് UDFന്റെ മുൻകൈയിലും നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിരവധി തവണ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഒറ്റപ്പെടുത്തലിന്റെയും അപഹസിക്കലിന്റെയും പരിഹസിക്കലിന്റെയും ആക്ഷേപിക്കലിന്റെയും ഒരു കാലഘട്ടം മാറി, വികസന മുരടിപ്പിന്റെ കാലഘട്ടം മാറി, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ വികസന രീതികൾ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം തെളിഞ്ഞിരിക്കുകയാണ്. കൂത്താട്ടുകുളത്തിന്റെ ഭാവിക്ക് ഉതകുന്ന വിധത്തിലേക്ക് നമ്മുടെ കൊച്ചു നഗരത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾക്ക് ഇനി വരുന്ന ഭരണസമിതിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഒത്തിരി പുഴുക്കുത്തുകൾ ഇനിയും മാറ്റിയെടുക്കേണ്ടതുണ്ട്, ഒത്തിരി നന്മകൾ ഇനിയും വരേണ്ടതുണ്ട്. അതൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ്
നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ് കൂത്താട്ടുകുളം, കൊച്ചി.